സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്ന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഇത് സംബന്ധിച്ച് രാഷ്ട്രപതി ഭവൻ അറിയിപ്പ് പുറത്തിറക്കി. നേരത്തെ ബിൽ ലോക്സഭയും രാജ്യസഭയും പാസാക്കിയിരുന്നു. വിശദാംശങ്ങളുമായി ശരത്ലാൽ ചേരുന്നുണ്ട്. ശരത്ലാൽ, അങ്ങനെ രാഷ്ട്രപതി കൂടി അംഗീകാരം നൽകിയിരിക്കുകയാണ്. അതെ, ഇനി കേരള അല്ല, ഇനി കേരളമാണ്. അത് ഔദ്യോഗികമായിട്ട് തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്നെ അത് അംഗീകരിച്ചിരിക്കുന്നു. കാരണം കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയമാണ് ലോക്സഭയും രാജ്യസഭയും അത് പാസാക്കുന്നത്. ഈ വർഷകാല സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ഒരു ബില്ലായിരുന്നു കേരളയുടെ പേര് മാറ്റം. കേരളം എന്ന 2026 കേരള ആൾട്ടർനേഷൻ ഓഫ് ദ നെയിം എന്ന ബില്ലാണ് ഇപ്പോൾ രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതോടെ ഇനി ഔദ്യോഗികപരമായിട്ട് ഇതോടെ കേരള ഇനി ഉണ്ടാവില്ല, ഇനി കേരളം മാത്രമായിരിക്കും. ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ ഈ കാര്യത്തിൽ ഒന്നിച്ച് തന്നെയാണ് ഈ കാര്യത്തിൽ ഐക്യപ്പെടുന്ന ഒരു ബില്ല് എന്ന രീതിയിൽ ഒരു ചരിത്ര പ്രാധാന്യം കൂടി അഞ്ജലി ഈ ബില്ലിനുണ്ട്. അത് രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ആവട്ടെ ഐക്യകണ്ഠേന തന്നെയാണ്. ആരും ഈ ബില്ലിനെ എതിർത്തില്ല, ഒരാൾ പോലും ഈ ബില്ലിനെ എതിർത്തില്ല. രാജ്യസഭയിലാവട്ടെ ബില്ലിന് ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതായത് പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്ന വേളയിൽ പോലും രാജ്യസഭയിലെ ചർച്ചയിൽ കേരളത്തിലെ എംപിമാരടക്കം ചർച്ചയിൽ പങ്കെടുക്കുകയും ബില്ല് വോട്ടിലിട്ടപ്പോൾ മാത്രമാണ് വാക്കൗട്ട് നടത്തുകയും പ്രതിപക്ഷിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തത്. എന്നാൽ പോലും ഈ ബില്ലിനോട് എല്ലാ ഐക്യകണ്ഠേന തന്നെയാണ് ഇന്ത്യ സഖ്യവും അതുപോലെ NDAയും കൂടി പാർലമെന്റിൽ രാജ്യസഭയിലും ലോക്സഭയിലും നിലപാടെടുത്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും രാഷ്ട്രപതി അംഗീകരിച്ചോടെ ഇനി മുതൽ ഔദ്യോഗിക രേഖകളൊക്കെ തന്നെ കേരളം എന്നായിരിക്കും അഞ്ജലി. ശരി ശരത്ലാൽ, അങ്ങനെ കേരളയല്ല കേരളമാണ് ഇനി മുതൽ. രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി വന്നിരിക്കുകയാണ്. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്.